നല്ലൊരു നൈസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്നു രേഖാചിത്രം. ഈ ഒരു വർഷം കാത്തിരിക്കുന്ന സിനിമകളിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു മൂവി കൂടിയാണത്. ഈ സിനിമയുടെ ക്രൂവിന്റെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ ക്യൂ സ്റ്റുഡിയോയിൽ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എത്രത്തോളം ഇവർ ഈ ഒരു പ്രൊജക്റ്റിൽ പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഇട്ട എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് ഈ മൂവിയിൽ നിന്ന് ലഭിക്കും, പ്രേക്ഷകർ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അത് 100% ആണെന്ന് കാണിക്കുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണറിനെ എങ്ങനെ വളരെ വൃത്തിക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കാം എന്നുള്ളതിനുള്ള വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ മൂവി. ഇതില് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ തന്നെയാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. ഇപ്പൊ ലാസ്റ്റ് ഇയർ നമ്മൾ കിഷ്കിന്ധാകാന്ഡം കണ്ടു. ഒരു സ്ക്രീൻ പ്ലേ എങ്ങനെ കാണുന്ന പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന രീതിയിൽ എടുത്തു വെക്കണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു. ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ അത്രത്തോളം ഒരു മാസ്റ്റർ പീസ് ആയിട്ട് എന്നുള്ള ഒരു മൂവിയായിരുന്നു അത്. ആൻഡ് രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ ഇവർ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ജോണർ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലുള്ള ഓരോരോ ലിങ്കുകളായാലും സ്റ്റോറിയുടെ ഡെവലപ്മെന്റ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ഒക്കെ അതത് പ്ലേസിങ്, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിങ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഇതിന്റെ ഹോൾ ക്രൂവിന് സാധിച്ചു. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജോഫിൻ ടി ചാക്കോ, അദ്ദേഹത്തിന്റെ പ്രീസ്റ്റ് എന്ന് പറയുന്ന മൂവിയുടെ റിലീസിന് ശേഷം ഏതാണ്ട് ഒരു 5 വർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ അദ്ദേഹം എടുക്കുന്നത്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ എന്താ പറയേണ്ടത്, എല്ലാവരുടെയും പെർഫോമൻസ്, പ്രത്യേകിച്ച് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ബാക്ക് നല്ല രീതിയിലുള്ള മൂവീസ് അദ്ദേഹത്തിന് ഓഫർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ തലവനും അഡിയോസ് അമീഗോസും അതുപോലെ കിഷ്കിന്ധാകാന്ഡം വരെ അദ്ദേഹം എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന മൂവീസ് ആയിരുന്നു അതെല്ലാം. ഈ വർഷം വരുമ്പോൾ അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ ഈ രേഖാചിത്രം എന്ന് പറയുന്ന മൂവിയിലൂടെ ആ ഒരു പോലീസ് കഥാപാത്രത്തെ എത്രത്തോളം കൈയടക്കത്തോട് കൂടിയിട്ട് അവതരിപ്പിക്കണോ അത് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തു. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, ബാക്ക് ടു ബാക്ക് പോലീസ് വേഷങ്ങളാകുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു മടുപ്പാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഇല്ല എന്ന് തന്നെ പറയാം. എന്താണോ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് തന്നെ കാണുന്ന പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ക്യാരക്ടർ, ആ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറിന് എന്തൊക്കെ ഒരു ഡിലമാസും അല്ലെങ്കിൽ എവിടെയൊക്കെ സ്റ്റക്ക് ആവുന്നോ കാണുന്ന പ്രേക്ഷകനും അതേ പോയിന്റിൽ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതും ഓരോരോ ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇനി എന്തായിരിക്കും അടുത്തത് വരിക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും ഈ സിനിമയുടെ ഡയറക്ടർ ആയാലും ഈ സിനിമയുടെ റൈറ്റിംഗ് ആയാലും ഒക്കെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇതിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു ജോണർ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു തട്ടിക്കൂട്ടായിട്ട് ഓക്കെ ഈ ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ല ഈ സിനിമയുടേത്. അതിലേക്ക് കൊണ്ടുവരുന്ന ഓരോ കണക്ഷൻസ് അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് എന്താണോ പറയേണ്ടത് അത് കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തതയോട് കൂടിയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ലാതെ ഒരാളിപ്പോൾ ഒരു നരേഷൻ പറയാണ്, ഓക്കെ അന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു നരേഷനിലൂടെ നമ്മൾ ചില പിക്ചർ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യും, അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. അതൊക്കെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇതിലെല്ലാവരും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനും ഉണ്ട്. ആൻഡ് ഇതിലിപ്പോ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ ആ ഒരു AI ഇമേജ്, ആ ഒരു ഫേസ് ഒരു AI വെച്ച് റീക്രിയേറ്റ് ചെയ്ത ഒരു സീൻ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. കാരണം എങ്ങനെ AI വെച്ചിട്ട് ഒരു ആക്ടറിന്റെ ആ ഒരു അന്നത്തെ ഒരു ഫേസ് ഇങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഫേസിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് അത്. ചില സിനിമകളിലൊക്കെ നമുക്ക് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ AI എടുത്തു വെച്ചത് അല്ലെങ്കിൽ അത് ചെയ്തത് ഒരു വൃത്തിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നും പറയും. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ നേച്ചർ അനുസരിച്ച് ആ ഒരു AIയുടെ യൂസേജ് നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിലുള്ള ഏറ്റവും വലിയൊരു ഹീറോ ആണ് ഇതിലത്തെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ. അനശ്വരയുടെ ആ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കാണുന്നവർക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് അവിടെ വന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം ആ ഒരു ക്യാരക്ടറിനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് മാനറിസംസും അല്ലെങ്കിൽ ആ ഒരു ചില സിറ്റുവേഷൻസിലൊക്കെയുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ഒരു അവസ്ഥയൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെപ്പിക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു മൂവി കൂടിയായിരുന്നു. ഇതിന്റെ റൈറ്റേഴ്സ് ആയാലും ആൻഡ് ഇതിന്റെ മ്യൂസിക് ആണ് എടുത്തത് പറയേണ്ടത്. മുജീബ് മജീദ് ആണ് ചെയ്തിട്ടുള്ളത്. കിഷ്കിന്ധാകാന്ഡം ചെയ്തിട്ടുള്ള അതേ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. എല്ലാം കൊണ്ടും നമ്മൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ ചില സിനിമകൾ നമുക്ക് കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ആ സിനിമയിലെ ചില മൊമെന്റ്സോ ചില കഥാപാത്രങ്ങളോ കൂടെ പോരും നമ്മുടെ കൂടെ. അതുപോലുള്ള ഒരു അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലായിരുന്നു ഈ ഒരു പടം ഓഫർ ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു തുടക്കം തന്നെയാണ് 2025 മോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. ഇങ്ങനെയുള്ള ഒരു ജോണറിന്റെ
ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സ്ക്രീൻ പ്ലേയും നല്ല നല്ല ഡയറക്ടേഴ്സും നല്ല നല്ല ടെക്നീഷ്യൻസും നല്ല നല്ല പെർഫോമൻസും എന്ന് പറയേണ്ട ഒരുപാട് നല്ല സിനിമകൾ ഓഫർ ചെയ്യുന്ന ഒരു കൊല്ലം തന്നെ ആവട്ടെ 2025. ബാക്കിയുള്ള എല്ലാ പെർഫോമൻസും ഇതിന്റെ പെർഫോമൻസ് കാണിച്ചുള്ള സിദ്ദിഖ് ആയാലും മനോജ് വിജയൻ ആയാലും അങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്ന ഒരു മൂവി തന്നെയായിരുന്നു. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, നല്ല സിനിമകൾ വിജയിപ്പിക്കുക. എന്തായാലും തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ ഒരു ജോണറിനെ ചേർത്ത് വെക്കാവുന്ന നല്ലൊരു വർക്ക് തന്നെയാണ് രേഖാചിത്രം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.